പെട്ടെന്നൊന്ന് പുറത്ത് പോകാനുണ്ട്. ഭയങ്കര ഗ്രാൻഡായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റ് ആവണം, ഗ്ലോ ആകണം എന്നാണെങ്കിൽ ഇനി പുറത്തൊന്നും പോകാനില്ല, സ്കിൻ ഒന്ന് ഡള്ളായിരിക്കുകയാണ്, അതൊന്ന് മാറ്റിയിട്ട് നല്ല ഗ്ലോയിങ് ബ്യൂട്ടിഫുൾ സ്കിൻ കിട്ടാനായിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ആക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, എന്നാൽ മാത്രമായിരിക്കും പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടത്, ആർക്കൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് സൂപ്പർ റിസൾട്ട് കിട്ടുക എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം എല്ലാവരും എൻ്റെ ഈ കുഞ്ഞു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകണ്ട. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ഫാമിലി. സോ ഇന്ന് നമുക്ക് ഈ ഒരു സൂപ്പർ അമേസിങ് ആയിട്ടുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കിയാലോ. ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, എല്ലാ സ്കിന്നിനും ഓക്കെ ആയിരിക്കും. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ്. ഞാനിവിടെ കുറച്ച് മുൾട്ടാണി മിട്ടി എടുക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സ്കിൻ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആകാനും ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ഐറ്റമാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ കാപ്പിപ്പൊടിയാണ്. സോ ഞാനിതിലോട്ട് കുറച്ച് കോഫി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിലിട്ടാൽ അപ്പം തന്നെ അലിഞ്ഞ് പോകുന്ന ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു തരികളൊക്കെ വളരെ കുറവായിരിക്കും. മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. സോ സ്കിന്നിന് ഒരു തരത്തിലും ഡാമേജ് ഉണ്ടാക്കില്ല. പിന്നെ ചിലർക്ക് കോഫി പൗഡർ സെറ്റ് ആവില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നതാവും നല്ലത്. നമുക്ക് ഈ ഒരു മുഖത്ത് യൂസ് ആക്കാൻ പറ്റുന്ന മഞ്ഞളുണ്ടാവില്ലേ, അത് യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ ചേരുന്നത് അത് യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ കുറച്ചൊരു 1/4 സ്പൂൺ, 1/2 സ്പൂണോളം കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണോളം മുൾട്ടാണി മിട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു പാക്കിൽ നമ്മൾ മെയിനായിട്ട് സൺ ടാൻ റിമൂവ് ചെയ്യാനുള്ളതും നമുക്കിപ്പോൾ ഡെഡ് സെൽസൊക്കെ ഉണ്ടായിട്ട് മുഖം ആകെ മൊത്തം ഡള്ളായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു സമയത്ത് സൺ ടാൻ റിമൂവ് ചെയ്യാനും ഡെഡ് സെൽസൊക്കെ മാറി പെട്ടെന്നൊരു ഗ്ലോ തരാനും പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണമല്ലോ. സോ ഞാനിവിടെ കുറച്ച് കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങളിത് യൂസ് ആക്കണ്ട. പക്ഷേ ഡ്രൈ സ്കിന്നാണ്, നോർമൽ സ്കിന്നാണ്, ഓയിലി സ്കിൻകാർക്കും ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നാണെങ്കിൽ തീർച്ചയായും ചേർത്ത് കൊടുക്കുക. കാര്യം നന്നായിട്ട് നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഡെഡ് സെൽസ് ഒക്കെ മാറിയിട്ട് ഇൻസ്റ്റൻ്റായിട്ടൊരു ബ്രൈറ്റ്നസ് കിട്ടും തൈര് ചേർത്ത് കൊടുത്താൽ. അതോടൊപ്പം തന്നെ നമുക്ക് വെയിലേറ്റ കരിവാളിപ്പുണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും സഹായിക്കുന്നതാണ്. സോ ഞാനിവിടെ കുറച്ച് തൈരും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. നല്ല കട്ട തൈരായതുകൊണ്ട് ഇതൊന്ന് കുഴമ്പ് പോലെ കുഴഞ്ഞേ കിട്ടുള്ളൂ. സോ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ലൂസായിട്ടുള്ള തൈരാണെങ്കിൽ തൈരിൽ മാത്രമായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. എനിക്കിപ്പോൾ ഇതിങ്ങനെ ടൈറ്റ് ആകുന്നത് കൊണ്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് മിക്സ് ആക്കുന്നത്. ഒരു നോർമൽ കൺസിസ്റ്റൻസിയിലുള്ള തൈരൊക്കെ ആണെങ്കിൽ അത് തന്നെ മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മുൾട്ടാണി മിട്ടി ചേർത്തത് കൊണ്ട് തന്നെ അതൊരു കുറച്ച് ക്ലേ ഫോമിലാണ് ഉള്ളത്. അപ്പോൾ അത് മിക്സ് ആക്കാനായിട്ട് ഒരല്പം വാട്ടറിൻ്റെ അളവ് കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഒരുപാടല്ല, എന്നാലും ഇച്ചിരി വെള്ളം പോലെ ഇരിക്കുന്ന സാധനങ്ങൾ കൂടുതൽ ചേർത്ത് മിക്സ് ആക്കുമ്പോഴാണ് പെട്ടെന്ന് മിക്സായി കിട്ടുന്നത്. പിന്നെ നമ്മുടെ പോർസൊക്കെ ചെറുതാക്കി കാണിക്കാനും അതുപോലെ നമുക്ക് ആ പോർസിൻ്റെ ഇടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക്, പൊടി, ഇതൊക്കെ നീക്കം ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് മുൾട്ടാണി മിട്ടി. സോ സ്കിന്നിന് ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ തരാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കും. പിന്നെ നിങ്ങളത് റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ സൺ ടാനൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ആയിട്ട് നല്ല രീതിയിൽ മുഖത്ത് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഫ്രഷ്നെസ് കിട്ടും. ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എങ്ങനെയാണ്, ഡെയിലി മീൻസ് റെഗുലറായിട്ട് യൂസ് ആക്കുന്നവരാണെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോ ലാസ്റ്റിൽ പറയുന്നുണ്ട്. സോ അത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് പ്രോപ്പറായിട്ട് യൂസ് ആക്കുക. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. പല കാരണങ്ങൾ കൊണ്ട് നമുക്കിതുപോലെ ഡൾനെസ്സും മുഖത്തൊരു പ്രസരിപ്പില്ലായ്മ, കാരണമില്ലാത്തൊരു ഡൾനെസ് ഫീൽ ആവാറില്ലേ? ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു ഫേസ് പാക്ക് യൂസ് ആക്കാം കേട്ടോ. പ്രത്യേകിച്ച് കോഫി എന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യും. അതുപോലെ തന്നെ ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. തൈരും അതെ, നന്നായിട്ട് നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്ക്. ഇപ്പോൾ മിക്സ് ആക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം എടുത്തത് മതിയാവാത്തതുകൊണ്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തു. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. മടി കാണിക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കാനായിട്ട്. വൈ? ബിക്കോസ് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. എളുപ്പത്തിൽ ഡ്രൈ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നല്ല ഒരു
പാക്കായിട്ട് വർക്ക് ആവില്ല. സ്കിന്ന് ഡ്രൈ ആക്കുന്ന രീതിക്കായിരിക്കും അത് വർക്ക് ആവുന്നത്. അത് നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്ത കാര്യമാണ്. സ്കിൻ ഡ്രൈ ആയാൽ പെട്ടെന്ന് ഡൾനെസ്സും പിന്നെ അത് റിപ്പയർ ചെയ്തെടുക്കാനൊക്കെ നല്ല സമയമെടുക്കും. അതുകൊണ്ട് പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഒക്കെ തന്നെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള മാസ്ക് ഒക്കെ യൂസ് ആക്കാം. ഇനി നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും അലോവേര ജെൽ, ടൊമാറ്റോ ജ്യൂസ് അതുപോലത്തെ സ്കിന്നെ ക്ലോഗ് ആക്കാത്ത ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ഹൈഡ്രേറ്റിംഗ് ആയിട്ട് തന്നെ യൂസ് ആക്കുക. ആരായാലും നമുക്കിപ്പം ഓയിലി സ്കിൻ ആയാലും ഡ്രൈ സ്കിൻ ആയാലും എല്ലാവരും സ്കിൻ്റെ നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. സോ ഈ പാക്ക് ഇവിടെ റെഡിയാണ്. ഇനി ഇത് നന്നായിട്ട് മുഖം കഴുകിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്ത് മേക്കപ്പൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പൊടിയൊക്കെ പറ്റിയിരിക്കുകയാണ്, പുറത്തൊക്കെ പോയി വന്നതാണെങ്കിൽ തീർച്ചയായും അതൊക്കെ മാറ്റുന്ന രീതിയിൽ മുഖം കഴുകുക. നല്ലൊരു ക്ലെൻസർ അല്ലെങ്കിൽ സൂപ്പറായിട്ടുള്ള ഒരു ജെൻറ്റിൽ ക്ലെൻസർ യൂസ് ചെയ്ത് മുഖം കഴുകുക. അതിനുശേഷം മുഖത്ത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകി കളയണം. ഫേസ് പാക്ക് ഓൾസോ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴും നന്നായിട്ട് കുറേ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കളയുക. പിശുക്കൊന്നും കഴിക്കരുത്. കാര്യം വേറൊന്നും കൊണ്ടല്ല, ആ ഒരു പാർട്ടിക്കിൾസൊക്കെ നമ്മുടെ പോർസിനിടയിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നല്ലതല്ല. അത് നന്നായിട്ട് കഴുകി കളയുക. കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് നോർമലി എന്ത് സ്കിൻ കെയർ ആണോ ചെയ്യുന്നത് അത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ എൻ്റെ നോർമൽ സ്കിൻ കെയർ കാണിക്കുന്നുണ്ട്, വിശദമായിട്ട് കാണിക്കുന്നില്ല, എന്നാലും കുറച്ചൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് റെഗുലറായിട്ട് യൂസ് ആക്കണമെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ മുന്നേ ആണെങ്കിൽ തലേ ദിവസമോ അന്ന് രാവിലെയോ നിങ്ങൾക്കിത് യൂസ് ആക്കാം. അല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് ഒരു 1 വീക്കൊക്കെ എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിലൊരു 3 ദിവസം വച്ച് യൂസ് ആക്കുക. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കി വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന ആ ഒരു മാറ്റം. തീർച്ചയായും സ്കിൻ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആകാനും ഒക്കെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഒരു ഡൾനെസ് ഉണ്ടല്ലോ, ഡെഡ് സെൽസ് ഒക്കെ പറ്റിപ്പിടിച്ചിരുന്നിട്ടും ഒട്ടും തന്നെ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കാരണം ഉണ്ടാകുന്ന ഒരു ഡൾനെസ്, അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. ഒപ്പം ശ്രദ്ധിക്കുക, ഒരുപാട് വെയിൽ കൊള്ളാനായിട്ട് നിൽക്കണ്ട. നമുക്ക് വേറെ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെയിൽ കൊള്ളുക. അത് കഴിഞ്ഞ് വന്നിട്ട് ഈ പാക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാതെ നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്ന കേസസ് അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വെയിൽ കൊള്ളാനായിട്ട് പോകണ്ട. ഇനി അഥവാ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും സൺസ്ക്രീൻ യൂസ് ആക്കുക, അല്ലെങ്കിൽ ഫേസിൽ മാസ്കോ അല്ലെങ്കിൽ ഷോളോ ഒക്കെ യൂസ് ആക്കിയിട്ട് നന്നായിട്ട് കവർ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പകുതി പ്രൊട്ടക്ഷനായി. ബാക്കി ഈ ഒരു ഫേസ് മാസ്കും കൂടെ യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു വ്യത്യാസം അറിയാൻ പറ്റും. സ്കിന്നൊട്ടും തന്നെ ഡാമേജ് ആവാണ്ട് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. ഇനി നന്നായിട്ട് ഒരു 15 മിനിറ്റ് വെച്ചിരുന്നതിന് ശേഷം മുഖം ഒന്ന് കഴുകി കളയുക. സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി. അതിനുശേഷം വേണമെന്നാണെങ്കിൽ ഐസ് ക്യൂബ് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട്, കോട്ടണിൽ റാപ്പ് ചെയ്തിട്ട്, ഒരു കർച്ചീഫിലൊക്കെ റാപ്പ് ചെയ്തിട്ട് മുഖത്തൊന്ന് വെച്ച് കൊടുക്കാം. അല്ലാന്നാണെങ്കിൽ അങ്ങനെ തന്നെ വിടാം, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം മുഖം ചെറുതായിട്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടവൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പാഡ് ഡ്രൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നമ്മുടെ സാധാരണ സ്കിൻ കെയർ യൂസ് ആക്കാം. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കണം. ജങ്ക് ഫുഡ്സും കുറേ ഓയിലൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡും ഈ ഫ്രൈഡ് ഐറ്റംസൊക്കെ ഒരുപാട് കഴിക്കുന്നവരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുറേ കൂടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറേ കൂടെ സ്കിൻ ബെറ്റർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്കത് തോന്നിയിട്ടുണ്ട് കേട്ടോ, സ്കിൻ കുറേ കൂടെ ബെറ്റർ ആവും അങ്ങനെ ചെയ്യുമ്പോൾ. അടുത്തായിട്ട് ഞാനിവിടെ റോസ് വാട്ടറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞാൻ ഐസ് ക്യൂബ് വെച്ച് മസാജ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് വെച്ച് മസാജ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഉറപ്പായും ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം, ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ആക്കുക. രാവിലെയും വൈകുന്നേരവും മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. രാവിലെ ആണെങ്കിൽ സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യുക. തീർച്ചയായും നല്ലൊരു മാറ്റം സ്കിന്നിലുണ്ടാവും. ഈ ഒരു ടിപ്സ് എല്ലാം തന്നെ ഫോളോ ചെയ്യുക, സൂപ്പറായിരിക്കും. എല്ലാവർക്കും പറ്റുന്നത് തന്നെയല്ലേ, ഏതൊരു പ്രായക്കാർക്കും ചെയ്ത് നോക്കുക. 15 വയസ്സിന് മുകളിലുള്ള ആർക്കും യൂസ് ആക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അടിപൊളി റിസൾട്ട് കിട്ടും, ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. സോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബൈ ബൈ, ടാറ്റാ.